ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഫാത്തിമ ബീവി തകൃതിയായിട്ട് വീട്ടുപണികൾ ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ട്, വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്, കുബൂസ് ഉണ്ടാക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഭാവം പോലും ഫാത്തിമ ബീവി നടിക്കുന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താ ഫാത്തിമ, എന്നെ കണ്ടിട്ട് നീയൊന്നും മിണ്ടാത്തത്? അപ്പൊ അവിടെ നിന്ന് ഫാത്തിമ ബീവി മറുപടി പറയുകയാണ്, ഞാനൊരു ദീർഘയാത്ര പോവുകയാണ്, നിങ്ങളെയും കുട്ടികളെയും കൊണ്ടുപോകാൻ തൽക്കാലം പറ്റില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ശരി, എന്നാണ് നീ മടങ്ങി വരിക? അപ്പൊ ഫാത്തിമ ബീവി മറുപടി പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ ഞാൻ മടങ്ങി വരില്ല. വീണ്ടും അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇതൊക്കെ നിന്നോട് ആരാണ് പറഞ്ഞത്? അപ്പോൾ ഫാത്തിമ ബീവി പറയുന്ന മറുപടി, ഞാൻ ഉപ്പയെ സ്വപ്നം കണ്ടിരുന്നു, കാണണമെന്നും കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഇരുവരും കൂടി പൊട്ടിക്കരയുകയാണ്. ചരിത്രം പോലും കരഞ്ഞു കലങ്ങിയ നിമിഷം. അതെ, റമളാൻ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനം.